താരം മണ്ണിൽ വന്ന നേരം ആനന്ദം ആവാദേവം പാരിന്നേകിയ സ്നേഹ സമ്മാനം തൃശിവപേരൂർ മക്കൾക്കിത് ആഘോഷപൂരം പുണ്യം പൂക്കും കാരുണ്യത്തിൻ തിരുവവതാരം ഇത് ക്രിസ്മസിൻ നീളം പാരിന്റെ താളം മനതാരിലെന്നും പുത്തനാവേശം ഇത് ക്രിസ്മസിൻ നീളം പാരിന്റെ താളം മനതാരിലെന്നും പുത്തനാവേശം ഇനിയുമായി പാടാമാമോദത്താൽ കൂടിയ ഗീതം ഇനിയുമായി ചേരാം നൃത്തം ചെയ്യാം മാനവരുത്തം ഇനിയുമായി പാടാമാമോദത്താൽ കൂടിയ ഗീതം ഇനിയുമായി ചേരാം നൃത്തം ചെയ്യാം മാനവരുത്തം ബോൺ ബോൺ ബോണ്ണത്താലേ ബോൺ ബോൺ ബോണ്ണത്താലേ ബോൺ ബോൺ ബോണ്ണത്താലേ ബോണ്ണത്താലേ ബോൺ ബോൺ ബോണ്ണത്താലേ ബോൺ ബോൺ ബോണ്ണത്താലേ ബോൺ ബോൺ ബോണ്ണത്താലേ ബോണ്ണത്താലേ പിന്നും താരം മണ്ണിൽ വന്ന നേരം ആനന്ദം ആവാദേവം പാരിന്നേകിയ സ്നേഹ സമ്മാനം തൃശിവപേരൂർ മക്കൾക്കിത് ആഘോഷപൂരം പുണ്യം പൂക്കും കാരുണ്യത്തിൻ തിരുവവതാരം വിശേഷം എല്ലാരും സുഖമായിരിക്കുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലയോ ക്രിസ്മസ് ആയിട്ട്? ആ സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. എന്റെ ദൈവമേ, എന്റെ മക്കള് രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. എടി അനക്കൊച്ചേ, ഇങ്ങോട്ട് വന്നെടി. എന്താ അമ്മച്ചി രാവിലെ ഇത്ര സന്തോഷം? എടി എന്റെ മക്കള് രണ്ടുപേരും വരുന്നുണ്ട്. നീ പോയി താറാവിനെ വാങ്ങിച്ച് കുറച്ച് കരിമീനും കൊഞ്ചും ഒക്കെ വാങ്ങിയിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വേണ്ട. നീ ചന്തയിൽ പോയി കാണുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കാതെ ഓടി വരണം. ഒരു ഓട്ടോ പിടിച്ച് എളുപ്പം പോയിട്ട് വാ. ഞാൻ ആരോട് വർത്തമാനം പറയാനാ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ലേ എന്നെ ഓരോരുത്തർ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് എന്ത് നന്മയാടിയേ ഉള്ളത്? ആ നീ വേഗം പോയിട്ട് വാ. എന്റെ പുല്ലാര അമ്മച്ചി, ഞാൻ ഇപ്പം വന്നോളാം. രശ്യാമേ, എന്തുവാടി നിനക്ക് ഇത്ര സന്തോഷം? എടി പെണ്ണമ്മേ, എന്റെ മക്കള് രണ്ടുപേരും ഇന്ന് വരുന്നടി, അതിന്റെ സന്തോഷമാ. ഓ, പിള്ളേര് വരുമോടി? കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമോ അതോ അവർ തന്നെയാണോ? ഓ, അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞേ. അതൊക്കെ ഇരിക്കട്ടെടി, അന്നക്കൊച്ച അടുത്ത ആഴ്ച പോവുമല്ലേ? അപ്പൊ പിന്നെ നിനക്ക് ആരുണ്ടോ ത്രേസ്യാമ്മയെ കൂട്ട്? അതിനല്ലേ എന്റെ മക്കള് വരുന്നത്. ഞാൻ അവരുടെ കൂടെ അങ്ങ് പോവും. അതിരിക്കട്ടെ, നീ ഓസ്ട്രേലിയക്കാണോ അതോ ജർമ്മനിയിലേക്കാണോടി? അവര് വരട്ടടി, അത് കഴിഞ്ഞ് തീരുമാനിക്കാം അതൊക്കെ. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കെട്ടിയോടി? ഈ അമ്മച്ചി, നല്ല സൂപ്പർ സാധനങ്ങളാണ് എല്ലാം. കരിമീൻ പിടയ്ക്കുന്നത് അമ്മച്ചിക്ക് കാണണോ? വേണ്ട, നീ ചെന്ന് എളുപ്പം എല്ലാം ഉണ്ടാക്ക്, പിള്ളേർ വരുന്നതിന് മുമ്പ്. ഇതൊക്കെ ആണെങ്കിലും അന്നക്കൊച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു ഇല്ലയോടി? അവൾ അങ്ങ് പോകുമല്ലേ? അവൾ എന്റെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. അതിനടി ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അവളെ വിവാഹം നടത്തി കൊടുത്തത്. 2-3 ദിവസം കഴിഞ്ഞാൽ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അവളും എനിക്ക് എന്റെ മകളെ പോലെ തന്നെ അടി. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോടി? നമ്മൾ ജീവിക്കുമ്പോ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുക, അതിപ്പോ സന്തോഷം എന്താ ഉള്ളേ? എടി ത്രേസ്യാമ്മേ, എനിക്ക് നിന്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണെടി ഒരു സന്തോഷം. നീ അങ്ങ് പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെടി? എന്നാൽ ഇത് കുടിച്ചിട്ട് രണ്ടുപേരും കൂടി പരദൂഷണം പറ. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ പരദൂഷണം പറയുന്നെന്നോ? അമ്മച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അമ്മച്ചി എന്റെ ദൈവമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ. നിന്ന് ചിടുങ്ങാതെ പോടി. ആ താറാവ് മപ്പാസ് റെഡിയായോ? മിനിമോക്ക് താറാവ് മപ്പാസ് വലിയ ഇഷ്ടമാ. അയ്യോ എന്റെ പൊന്നു ടീച്ചറമ്മേ, എല്ലാം റെഡിയാണേ. എന്നാ ഞാൻ പോകട്ടെടി. ഇനി എത്ര ദിവസം അന്നക്കൊച്ചിന്റെ ചായ കുടിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവളുടെ അടുത്ത് എത്ര നേരം വന്ന് ഇരിക്കാനാ? വിടു പിള്ളാരെ, ഇതിനെ തള്ളിയിടാതെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചിയെ കാണാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ലയോ മക്കളെ?
എന്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് എത്ര നാളായി. എന്റെ അമ്മച്ചി പിള്ളേർക്ക് ഈ സ്ഥലം ഒന്നും ഇഷ്ടമല്ല. അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പിടിക്കില്ല. ഇവിടുത്തെ ആളുകളെയും ഇഷ്ടമല്ല. സാരമില്ല മക്കളെ, അനക്ക് പോവല്ലേ. ഇനി ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്റെ കൊച്ചുമക്കളെ. ശരി ശരിയാ, റെസ്റ്റ് എടുക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഒന്നും എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അമ്മച്ചി അവിടെ ആക്കാം. നമ്മൾ എന്ത് പറഞ്ഞു കൊണ്ടുപോകും ചേച്ചി? അമ്മച്ചി വരുമോ? നമുക്ക് ടൂർ പോവുകയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാം. എന്നാൽ ഓക്കെ, എല്ലാം നാളെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് കറങ്ങാൻ പോകണം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് തിരികെ പോകാം. ചേച്ചി മിണ്ടായി, അമ്മച്ചി വരുന്നു. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായില്ലേ, വിശക്കുന്നില്ലയോ? അമ്മച്ചി ഞങ്ങൾ വരിക. അതിനു മുമ്പേ ഒരു കാര്യം, അന്നെക്കൊച്ച നീ ഇന്ന് തന്നെ പോയിക്കോ. ഞങ്ങൾ നാളെ അമ്മച്ചിയും കൂടി ടൂറിന് പോവുക. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ എന്റെ അമ്മച്ചിയുടെ കൂടെ ഇന്ന് കൂടിയേ ഉള്ളൂ. നാളെ എന്റെ ഇച്ചായൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. ഞാൻ നാളെ പൊക്കോളാം അമ്മച്ചി. ഒന്ന് വരാം അമ്മച്ചി. അത് മതി കൊച്ചേ, നീ വിഷമിക്കാതെ. ഞങ്ങൾ ഇറങ്ങുമ്പോ നീയും അങ്ങ് ഇറങ്ങിക്കോ. എന്നാ വാ, വല്ലതും കഴിക്കാം. എന്താ മക്കളെ, നിങ്ങൾ ഇവിടെ ആണോ ടൂറെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്? ഇവിടെ ഈ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ല, ആരുടെ ടീച്ചറമ്മയോ? മക്കളുണ്ടല്ലോ, എന്തു പറ്റി എല്ലാരോടും ഇങ്ങോട്ട് വരാൻ? അല്ല, അമ്മച്ചിയെ അറിയാമോ? അറിയാമോ എന്നോ? അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരുന്നതല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു ടീച്ചറമ്മേ. പിന്നെ എന്തുണ്ട് ടീച്ചറിന് വിശേഷം? ഓ, വിശേഷമൊന്നുമില്ല. ഈ പിള്ളേർ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഓ, ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചിയെ ഇവിടെ ആക്കുവാൻ വന്നതാണ്. അമ്മച്ചിയുടെ സെർവൻ അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. അത് അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ ആ വേലക്കാരിയെ കെട്ടിച്ചു വിടാൻ പോയത്. അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയേനെ. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല. അമ്മച്ചി ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എന്നാക്കടി, നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ? തന്തയാര് തള്ളയാരെന്നറിയാതെ ഈ രണ്ടെണ്ണം. മാഡം ഒന്നും പറയല്ലേ. ടീച്ചറമ്മ ഒന്നും മിണ്ടാതിരിക്കെ. ഇൾമാരെ അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കത് വട്ടുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ തന്തയും തള്ള ഇല്ലാത്തതൊന്നുമല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ. അപ്പഴേ ഞങ്ങൾ കണ്ടിട്ടില്ല, മരിച്ചുപോയെന്നാണ് അമ്മച്ചി പറയുന്നത്. എന്നാൽ രണ്ടും കേട്ടോ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല. ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ 2 കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ രണ്ടും. രണ്ടുപേരെയും ഈ ടീച്ചർ സ്വന്തം മക്കളായി വളർത്തി. നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അവർ ഭാരമായല്ലേ? ഹലോ അനകൊച്ചേ, എന്തുവാടി? മോളെ, ഞാൻ ഇവിടെ ഈ സ്നേഹസദനത്തിലാ. അമ്മച്ചി, ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണം. ഇനി ഞങ്ങൾ അമ്മച്ചിയെ ഉപേക്ഷിക്കില്ല. സാരമില്ല മക്കളെ, ഇതൊക്കെ ഇപ്പൊ ലോക സഹജമല്ലേ. അമ്മയും അപ്പനും പ്രായമാകുമ്പോ ആർക്കും വേണ്ട. അപ്പനും അമ്മയും അവർക്കൊരു ഭാരമാ. നിങ്ങളൂടെ വരുന്നില്ല. ടീച്ചറമ്മ ഇവിടെ നിന്നോ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോക്കോളാം. എന്റെ ഇച്ചായനും എന്നോട് പറഞ്ഞതാ. അമ്മച്ചിയുടെ മക്കളുള്ളപ്പോൾ ഞാൻ എങ്ങനെ പറയൂ അമ്മച്ചിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്? അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. ശരി മോളെ, നിന്റെ കൂടെ ഞാൻ വരാം. നിനക്കൊരു ഭാരമായിട്ട് തോന്നുമ്പോ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാ മതി. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നാ മതി. ഇല്ല മക്കളെ, ഇവളും എനിക്ക് നിങ്ങളെ പോലെ തന്നെയാ. നിങ്ങൾ സുഖമായി ജീവിക്ക്. അത് കേട്ടാ മതി എനിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ കുടുംബനാഥം ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും മേടിക്കണം. ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ വിളിക്കുകയാണ്. പാണനാൽ ജോസ്, ജോസ് ചെമ്മന്ത്ര, വക്കച്ചൻ ഇടപ്പുളവിൽ, മേരി പാലത്തിങ്കൽ, തോമസ് മെഴുകനാൽ, മാത്യു മെഴുകനാൽ, റോസമ്മ കാവാട്ട്, തോമസ് കരിന്തേരി, സണ്ണി ചെമ്മന്തറ, ജോയി ചെമ്മന്തറ, സണ്ണി ചെമ്മന്തറ, ജോയി ചെമ്മന്തറ, ചിന്നമ്മ ചെമ്മന്തറ, ജോബീഷ് ചെമ്മന്തറ, തങ്കമ്മ മിറ്റത്താനിക്കൽ, ജെയിംസ് ചെമ്മന്തറ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി